അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ മുഹറം മാസത്തിൽ നോമ്പ് നോൽക്കേണ്ട ദിനങ്ങളും അവയുടെ നിയത്തും, മുഹറം തുടക്കം മുതൽ തന്നെ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഏറ്റവും ലളിതമായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, നോമ്പ് ഖളാഉള്ളവർക്ക് എന്ത് ചെയ്യാം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കാം. നിയത്ത് മറന്നു പോയാലുള്ള പരിഹാരത്തെ പറ്റി കൂടി സംസാരിക്കാം. ഏതായാലും ഈ വീഡിയോ ഏറെ ഉപകാരപ്പെടും. കൃത്യമായി കേട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഏറെ പുണ്യകരമായ ഒരു കാര്യമാണ്. എന്നാൽ വിശുദ്ധ റമദാൻ മാസം നമുക്കറിയാം നോമ്പ് നോൽക്കാൻ കഴിവുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നോമ്പ് നോൽക്കാൻ കഴിവുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. എന്നാൽ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് വിലക്കപ്പെട്ട ദിനങ്ങളൊഴികെ മറ്റു ദിനങ്ങളിൽ നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റും. അപ്പോൾ നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ദിനങ്ങളെ പറ്റിയൊക്കെ മുമ്പ് വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ജനറലി മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ അഫ്ളലു ഷുഹൂരി ലഹു ബഅദ റമദാന, അതായത് നോമ്പിനിക്ക് വേണ്ടി റമദാൻ കഴിഞ്ഞാൽ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം അത് അൽ മുഹറം മാസമാണ്. അപ്പോൾ മുഹറം മാസം മൊത്തത്തിൽ നോമ്പനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ്. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി നമുക്കറിയാം ചില ദിനങ്ങളിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ ആദ്യം എണ്ണുന്നൊരു ദിവസമാണ് അറഫാ ദിനം. ആ അറഫാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അതിൻ്റെ നോമ്പും അവയുടെ നിയത്തും മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറഫാ ദിനങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കുക, അതേപോലെ നോമ്പ് നോൽക്കാൻ ശക്തമായ സുന്നത്തുള്ള ഒരു ദിനമാണ് ആഷുറായിൻ്റെ ദിനം, അതായത് മുഹറം 10-ൻ്റെ ദിനം. അതേപോലെ മുഹറം 9-ൻ്റെ ദിനം, താസുആയിൻ്റെ ദിനം. ഇതൊക്കെ നോമ്പ് നോൽക്കാൻ ഏറെ ശക്തമായ സുന്നത്തുള്ള ദിനങ്ങളാണ്. ഇനി അതുമാത്രമല്ല, മുഹറം 10-നും മുഹറം 9-നും നോമ്പ് നോൽക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള കാര്യമാണ്. ഇനി മുഹറം 11-ന് കൂടി നോമ്പനുഷ്ഠിക്കാം. പ്രത്യേകിച്ച് മുഹറം 9-ന് ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവർ മാക്സിമം മുഹറം 11-ന് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരാൾ മുഹറം 9-ന് നോമ്പനുഷ്ഠിക്കുന്നില്ല, മുഹറം 11-ന് നോമ്പനുഷ്ഠിക്കുന്നില്ല, മുഹറം 10-ന് മാത്രമായിട്ട് നോമ്പനുഷ്ഠിക്കാൻ, അങ്ങനെയും അനുഷ്ഠിക്കാൻ പറ്റും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മുഹറം 9-ഉം 10-ഉം വരുന്ന ദിവസങ്ങളോടനുബന്ധിച്ച് നമുക്ക് കൃത്യമായി സംസാരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൊത്തത്തിൽ മുഹറം മാസം നോമ്പനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ്. അതിൽ മുഹറം 10 ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു ദിനമാണ്, മുഹറം 9 ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു ദിനമാണ്. അതുപോലെ മുഹറം 11-നും നോമ്പ് പ്രത്യേകം സുന്നത്തുള്ള ഒരു ദിവസമാണ്. ഇനി അതുമാത്രമല്ല, മുഹറം 1 മുതൽ തന്നെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള കാര്യമാണ്. അപ്പോൾ മുഹറം 1 മുതൽ 10 വരെ തുടർച്ചയായിട്ട് 10 ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കുക, അത് ഏറെ പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി നമുക്കറിയാം എല്ലാ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. അത് ഈ മുഹറം മാസത്തിലും തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും ഒക്കെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യം തന്നെയാണ്. ഇനി അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതും പുണ്യമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം നമുക്കൊരു മാസം കൂടുതലായിട്ടൊന്നും നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും 3 നോമ്പുകൾ വീതം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയൊരു നല്ല കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പ്രോത്സാഹനം നൽകിയ ഒരു വിഷയം കൂടിയാണ്. അങ്ങനെ 3 ദിവസങ്ങൾ നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ അതിനുവേണ്ടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല 3 ദിനങ്ങളാണ് അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങൾ. അയ്യാമുൽ ബീദ് എന്ന് വെച്ചാൽ വെളുത്ത വാവിൻ്റെ ദിനങ്ങൾ എന്നാണ്. അപ്പോൾ അറബി മാസം 13, 14, 15 ഈ 3 ദിനങ്ങൾക്കാണ് അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങൾ എന്ന് പറയുക. ഈ 3 ദിനങ്ങളും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അയ്യാമു സൂദിൻ്റെ ദിനങ്ങൾ എന്ന് വെച്ചാൽ അറബി മാസം 28ഉം 29ഉം, 30 ഉണ്ടെങ്കിൽ 30ഉം, ഈ 3 ദിനങ്ങൾക്കാണ് അയ്യാമു സൂദിൻ്റെ ദിനങ്ങൾ എന്ന് പറയുക. ഈ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ വിഷയം, നമ്മൾ ഈ പറഞ്ഞ ദിവസങ്ങളൊക്കെ അത് ഈ വിശുദ്ധ മുഹറം മാസത്തിലും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു കാര്യമായിട്ട് വരും. ഇനി ഇതിൻ്റെ നിയത്തുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഒരാൾ മുഹറം തുടക്കം മുതൽ തന്നെ നോമ്പനുഷ്ഠിച്ച് പോരുകയാണ് എങ്കിൽ അവൻ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത്? മുഹറം മാസത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനക്ക് നോമ്പനുഷ്ഠിക്കാം. ഇനി മുഹറം 9-ലേക്ക് എത്തിയാൽ താസുആയിൻ്റെ എന്ന് പ്രത്യേകം കരുതുക, അല്ലെങ്കിൽ മുഹറം 9-ൻ്റെ സുന്നത്ത് നോമ്പ് നാളെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ പ്രത്യേകം നിയത്ത് വെച്ച് അവൻ നോമ്പനുഷ്ഠിക്കാം. ഇനി മുഹറം 10-ലേക്ക് എത്തിയാൽ ആഷുറായിൻ്റെ നാളത്തെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കാം. അതല്ലെങ്കിൽ നാളത്തെ മുഹറം 10-ലെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനക്ക് നോമ്പനുഷ്ഠിക്കാം.
തിങ്കളാഴ്ച വരുമ്പോൾ തിങ്കളാഴ്ചയെ പ്രത്യേകം കരുതുക, വ്യാഴ്ചകൾ വരുമ്പോൾ വ്യാഴ്ചകളെ പ്രത്യേകം കരുതുക, അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിന് പ്രത്യേകം കരുതുക. അതായത് നാളത്തെ അയ്യാമുൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയത്ത് വെച്ചിട്ട് അവനക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാൾ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ, ഫറലായ നോമ്പല്ല, സുന്നത്തായ നോമ്പ് മാത്രമാണ് അനുഷ്ഠിക്കുന്നത്, നോമ്പ് ഖളാ വീട്ടുന്നില്ല. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ രാത്രിയിൽ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. പകൽ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് സംഭവിച്ചാലും മതി. അപ്പോഴും സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചിരിക്കണം. അതായത് ഒരാൾ മുഹറം മാസത്തിൽ സുന്നത്തായ നോമ്പ് നോൽക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അവൻ നിയത്ത് വിട്ടുപോയി. അവനിക്ക് രാവിലെയാണ് ഓർമ്മയാകുന്നത്, നിയത്ത് കരുതിയിട്ടില്ല. അത് സുബഹിക്ക് ശേഷമാണ് ഓർമ്മയാകുന്നത്, നിയത്ത് കരുതിയിട്ടില്ല എന്നത്. എന്നാൽ മനസ്സിലാക്കുക, സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് രാവിലെ സമയത്ത് വെച്ചാലും മതി. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക നിയത്തിൻ്റെ അവിടെ, അതായത് സുബഹി ബാങ്കിന് ഒരല്പം മുമ്പാണ് ഒരാൾ നിയത്ത് കരുതെങ്കിലും ആ നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതേസമയത്ത് ഒരാൾ രാവിലെ 7 മണിക്കോ 8 മണിക്കോ സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് കരുതിയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ എന്നാണ് കരുതുക. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഒരാൾക്ക് നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അതായത് ഫറലായ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫറലായ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതിയാൽ അവൻ്റെ ഫറലായ നോമ്പ് ഖളാ വിടുകയും ചെയ്യും, സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലം അവനിക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആവശ്യം മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് റമദാൻ മാസം നോമ്പ് ഖളാ ഉണ്ട്. മുഹറം 10 അവൻ നോമ്പ് അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ റമദാൻ മാസം ഖളാ ആയ ഫറലാക്കപ്പെട്ട നോമ്പ് നാളത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് നിശ്ചയിച്ചിട്ട് അവൻ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ ഫറലായ നോമ്പ് ഖളാ വിടുകയും ചെയ്യും, അവൻക്ക് സുന്നത്തായ നോമ്പിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആവശ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മുഹറം മാസം കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിജ്ഞകൾ എടുക്കണം, ഒരുപാട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാവിനെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. എസ്പെഷ്യലി നമ്മൾ സോഷ്യൽ മീഡിയ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് റിയാക്ഷൻസും കാര്യങ്ങളും സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണിൽപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരാളെ കുറ്റം പറയുന്നതിലേക്കോ മറ്റോ ഒരു വിഷയത്തിലേക്കും നമ്മൾ പോകരുത്. കമൻറ്റുകളായി ഒന്നും നമ്മൾ പോസ്റ്റ് ചെയ്യരുത്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും അനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് റബ്ബായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനാണ് നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചും അതേപോലെ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിച്ചും അതുപോലെ മറ്റൊരുപാട് നല്ല കാര്യങ്ങൾ അധികരിപ്പിച്ചും ഈ വിശുദ്ധമായ ദിനങ്ങളെ നമ്മൾ കൊണ്ടാടുക. എസ്പെഷ്യലി മുഹറം 10 ആയി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് മഹത്വങ്ങൾ അതിനിക്കുണ്ട്. അതൊക്കെ അതാത് സമയങ്ങളിൽ അതാത് ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി വീഡിയോ ചെയ്ത് അവതരിപ്പിക്കാം. നിങ്ങൾ ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക. ഒരു വിഷയം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ മുഹറം തുടക്കം മുതൽ തന്നെ നമുക്ക് നോമ്പ് നോൽക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഇനി ഇതൊന്നും പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് 9-നും 10-നെങ്കിലും നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകാനും ഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ മെൻസസിൻ്റെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ നിഫാസിൻ്റെ ഒക്കെ സമയത്ത് കടന്നു പോകുന്നുണ്ടാകാം. ഈ മുഹറം മാസമൊക്കെ കടന്നു വരുമ്പോൾ അങ്ങനെയുള്ളവർ ഒന്നും ഒട്ടും വിഷമിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ദിക്റുകൾ ചൊല്ലാലോ, നിങ്ങൾക്ക് സലാത്തുകൾ ചൊല്ലാലോ. ഇതൊക്കെ നല്ല രൂപത്തിൽ ചൊല്ലാം. ഒപ്പം നമ്മൾ ആരാണെങ്കിലും, അത് സാധാരണ ശുദ്ധിയുള്ളവരാണെങ്കിലും ശുദ്ധിയില്ലാത്തവരാണെങ്കിലും ആരാണെങ്കിലും മാക്സിമം തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മൾ കൃത്യമായി ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുക. അതിനുവേണ്ടിയാണ് ഈ ദിനങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തേണ്ടത്. കാരണം പുതുവർഷത്തിൻ്റെ തുടക്കമാണ്. അങ്ങനെ ഈ വിസ്മയെഴുതുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവാം. അതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു വിഷയം പ്രത്യേകം മനസ്സിലാക്കാൻ, നിസ്കാരം, ഉളു, കുളി തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഏറ്റവും ലളിതമായി പഠിക്കാൻ, അതേപോലെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാൻ, അങ്ങനെ തുടങ്ങി അത്യാവശ്യം അറിയേണ്ട ഇസ്ലാമിക വിഷയങ്ങളൊക്കെ ഏറ്റവും ലളിതമായി പഠിപ്പിക്കുന്ന രൂപത്തിൽ നാഫി അക്കാഡമി എന്ന് പറയുന്ന പുതിയൊരു പ്രൊഫഷണൽ എഡ്ടെക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ലളിതമായ കോഴ്സുകൾ ലഭ്യമാണ്. ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി nafiacademy.com എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതല്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്ടാനുസരണം സമയം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. ക്ലാസ് നോട്ട്സ് ലഭ്യമാണ്. ഒരുപാട് പേര് ജോയിൻ ചെയ്ത ആളുകൾക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഏതായാലും ഒരുപാട് ദീനിയായ വിഷയങ്ങൾ പറയാനും ജീവിതത്തിൽ കേൾക്കുവാനും പകർത്തുവാനും റബ്ബായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈമാനോട് കൂടെ മരണപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു പ്രതിജ്ഞ എടുക്കുക. ഇനി മുതലുള്ള നമ്മുടെ എല്ലാ ദുആകളിലും നമുക്ക് ഈമാൻ കിട്ടി മരിക്കാനുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ ദുആ ചെയ്യും. അതിൻ്റെ കാരണങ്ങളായി വരുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ ചെയ്യും. ഈമാൻ കിട്ടി മരിക്കുന്നതിനെ തൊട്ട് ഒരാൾ അകന്നു പോകുന്ന പ്രവർത്തനങ്ങളെ തൊട്ട് മാക്സിമം മാറി നിൽക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ഈ പുതിയ
സമയത്തെ പ്രതിജ്ഞകൾ എന്നതുകൂടി ഉണർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.